എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ഡിസംബർ 9 കാലത്ത് 11 മണിക്ക് ഞങ്ങൾ ഭുവനേശ്വറിൽ ട്രെയിൻ ഇറങ്ങി. തൊട്ടപ്പുറത്ത് ഞങ്ങൾക്ക് ഡൊറിൻ ഹോട്ടലിലേക്ക് പോകാനുള്ള ബസ് തയ്യാറായി നിൽക്കുന്നുണ്ട്. ആ ബസ്സിൽ കയറാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ ഡൊറിൻ ഹോട്ടലിലെത്തി. വളരെ മനോഹരമായ ഒരു ഹോട്ടൽ, എല്ലാ സൗകര്യങ്ങളുമുള്ള AC റൂമുകളോട് കൂടിയ ഈ ഹോട്ടലിലാണ് ഞങ്ങൾ 3 ദിവസവും താമസിച്ചത്. ഇന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങൾക്ക് ഒരു മൈതാനത്തിലാണ് ഒരുക്കിയിരുന്നത്. ഹോട്ടലിൽ ചെന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങളെല്ലാവരും ബസ്സിൽ ആ മൈതാനത്തേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ധൗളാഗിരി എന്ന സ്ഥലത്തേക്കാണ്. ഭുവനേശ്വറിൽ നിന്ന് 8 കിലോമീറ്റർ തെക്ക് ദയാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നാണ് ധൗളാഗിരി. ജപ്പാൻ ബുദ്ധസംഘവും കലിംഗ നിപ്പോൻ ബുദ്ധസംഘവും ചേർന്ന് നിർമ്മിച്ച സമാധാന പഗോഡ സ്മാരകമായ ധൗലി ശാന്തി സ്തൂപമാണ് ഇവിടെ. കലിംഗ യുദ്ധം നടന്ന പ്രദേശമാണ് ധൗളിഗിരി എന്നാണ് പറയപ്പെടുന്നത്. ധൗലി ശാന്തി സ്തൂപത്തിൽ ഉറങ്ങുന്ന ബുദ്ധ പ്രതിമയാണ് നമ്മൾ കാണുന്നത്. ശാന്തി സ്തൂപത്തിന്റെ ചുമരുകളിൽ ശില്പങ്ങൾ ആലേഖനം ചെയ്തതാണ് നിങ്ങൾ കാണുന്നത്. ധൗളാഗിരിയിലെ മറ്റു ക്ഷേത്രങ്ങളാണിത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്.
ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടുത്തതായി ലിംഗരാജ ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഇതാണ് ലിംഗരാജ ക്ഷേത്രം. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. ഈ ക്ഷേത്ര മതിൽക്കകത്ത് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് പുറത്തുനിന്നുള്ള കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞങ്ങൾ അയക്കുന്നത്. ഭുവനേശ്വറിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ലിംഗരാജ ക്ഷേത്രം. സോമവംശി രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കുളത്തിൻ്റെ 4 ഭാഗത്ത് 10,000-കണക്കിന് ശിവലിംഗങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്ര ട്രസ്റ്റ് ബോർഡും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും പരിപാലിക്കുന്ന ലിംഗരാജ ക്ഷേത്രത്തിൽ ദിവസവും ഏകദേശം 6000-ഓളം സന്ദർശകരാണ് വന്നു പോകുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ എന്നിവയും ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു.